തലസ്ഥാന നഗരിയുടെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ ഇനി ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്. ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി KSRTC 2 ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ ഈ ബസ്സുകൾ ഓടിച്ചു തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം നഗരം ഒരു ടൂറിസ്റ്റ് നഗരമാണ്. കാണാനേറെയുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെന്ന് തോന്നുമ്പോൾ ഒട്ടും അമാന്തിക്കേണ്ട KSRTC സ്വിഫ്റ്റിൻ്റെ ഈ പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിലോട്ട് അങ്ങ് കയറുക, ആസ്വദിക്കുക, അനന്തപുരി മൊത്തം കാണുക. കാണാനേറെയുണ്ട് തിരുവനന്തപുരത്ത്. പത്മനാഭസ്വാമി ക്ഷേത്രവും മ്യൂസിയവും ശംഖുമുഖത്തെ കൽമണ്ഡപവും കോവളം ബീച്ചും ഭീമാപ്പള്ളിയും ഒക്കെ അതിൽ ചിലത് മാത്രം. വർക്കല മുതൽ പൊന്മുടി വരെ പ്രശസ്തവും അപ്രശസ്തവുമായ കൊച്ചു കൊച്ചു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്ററുകൾ. ഇനി ഇവിടൊക്കെ സ്വിഫ്റ്റിന്റെ ഈ ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര പോകാമെന്നാണ് KSRTCയുടെ വാഗ്ദാനം. കണ്ടാൽ നവകേരള സദസ്സിനെത്തിച്ച ബസ്സുമായി സാമ്യമുണ്ടെങ്കിലും സംഗതി അതല്ല. ബജറ്റ് ടൂറിസത്തിനായുള്ള KSRTCയുടെ പുതിയ ശ്രമമാണ്. ആനേറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് വിശ്രമത്തിലാണിപ്പോൾ ബസ്. ജനുവരി അവസാനത്തോടെ നിരത്തിലിറക്കാനാണ് ശ്രമം. ആധുനിക സൗകര്യങ്ങളാണ് ബസിന്റെ പ്രത്യേകത. LCD TVയും മ്യൂസിക് സിസ്റ്റവും സ്റ്റോപ്പ് ബട്ടണും LED ഡിസ്പ്ലേയും ബസ്സിലുണ്ട്. മുകളിൽ 35 സീറ്റും താഴെ 30 സീറ്റുമടക്കം 65 സീറ്റുകൾ. യാത്രികർക്കെല്ലാം സീറ്റ് ബെൽറ്റ് നിർബന്ധം. മുംബൈയിലെ സ്വിച്ച് മൊബിലിറ്റിയിൽ നിന്ന് 2 കോടി രൂപയ്ക്കാണ് ബസ് വാങ്ങിയത്. 9.8 മീറ്റർ നീളമുള്ള ബസിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 75 കിലോമീറ്റർ. 1 മണിക്കൂർ ചാർജ് ചെയ്താൽ 180 മുതൽ 240 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുമെന്നതാണ് പ്രത്യേകത. മുംബൈ നഗരത്തിനു ശേഷം തിരുവനന്തപുരത്തിനാണ് ഇത്തരം ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ഉള്ളത്. ഇനി ഒരെണ്ണം കൂടി എത്താനുണ്ട്. ഈ 2 ബസ്സുകളും ഓടിത്തുടങ്ങിയിട്ടില്ല. ഓടിത്തുടങ്ങിയാൽ നഗരക്കാഴ്ചകൾ കാണാൻ ഇതിലും പറ്റിയ ബെറ്റർ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ക്യാമറാമാൻ നന്ദകിഷോറിനൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.